weight, density, and specific gravity. In the last class, we already discussed what is weight and what is density. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് വെയ്റ്റ് എന്നും എന്താണ് ഡെൻസിറ്റി എന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത. സ്പെസിഫിക് ഗ്രാവിറ്റി ആൾസോ known as relative density. സ്പെസിഫിക് ഗ്രാവിറ്റി റിലേറ്റീവ് ഡെൻസിറ്റി എന്നും അറിയപ്പെടുന്നു. സോ അഗെയിൻ വെയ്റ്റ്, ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. It is now seen that the mass of a substance is measured by its weight only without any reference to volume. But if equal weights of lead and aluminum are compared, the volume of lead is much smaller than volume of aluminum. So we can now say that lead is more dense than aluminum. That is, in other words, the density of lead is greater than aluminum. What is mass? How mass is measured? എന്താണ് മാസ്? മാസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? എന്താണ് മാസ്? മാസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ, ദ്രവ്യത്തിൻ്റെ ക്വാണ്ടിറ്റി, അളവാണ് മാസ്. ഒരു വസ്തുവിൻ്റെ മാസ് മെഷർ ചെയ്യുന്നത് അതിൻ്റെ വെയ്റ്റ് മെഷർ ചെയ്താണ്, വോള്യത്തെ ബന്ധപ്പെടുത്തിയല്ല. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് മെഷേർഡ് ബൈ ഇറ്റ്സ് വെയ്റ്റ് ഓൺലി വിത്തൗട്ട് എനി റെഫറൻസ്ഡ് വോള്യം. ഹിയർ weight W is equal to m into g. Weight W is equal to mass into acceleration due to gravity, that's equal to m into g. m into g. Mass അഥവാ m, acceleration due to gravity g. So weight is equal to mass into gravity, acceleration due to gravity. സോ ഒരു വസ്തുവിൻ്റെ മാസ് കണക്കാക്കുന്നത് വെയ്റ്റ് നോക്കിയാണ്. ജി ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഈസ് കോൺസ്റ്റൻറ്റ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു പ്രത്യേക സ്ഥലത്ത് എപ്പോഴും കോൺസ്റ്റൻറ്റ് ആയിരിക്കും. അഥവാ ജി ഈസ് ഈക്വൽ ടു 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ മാസ്
കണക്കാക്കുന്നത് വെയിറ്റ് നോക്കിയാൽ മതി, വോളിയം നോക്കേണ്ടതായിട്ടില്ല. But if equal weights of lead and aluminum are compared, the volume of lead is much smaller than volume of aluminum. തുല്യഭാരമുള്ള അലൂമിനിയവും ലെഡും താരതമ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ, കമ്പയർ ചെയ്യപ്പെടുകയാണെങ്കിൽ ലെഡിൻ്റെ വോളിയം അലൂമിനിയത്തിൻ്റെ വോളിയത്തേക്കാൾ വളരെ കുറവായി കാണപ്പെടുന്നു. ലെഡിൻ്റെ വോളിയം അലൂമിനിയത്തിൻ്റെ വോളിയത്തേക്കാൾ വളരെ കുറവായി കാണപ്പെടുന്നു. Here density is equal to mass divided by volume, that is m by v. m divided by v. ഇവിടെ ഡെൻസിറ്റിയും വോളിയവും, ഈ ഇക്വേഷൻ അനുസരിച്ച് ഡെൻസിറ്റിയും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് വോളിയം കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുന്നു, വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടുന്നു. ഒന്ന് കൂടിക്കഴിഞ്ഞാൽ മറ്റത് കുറയുന്നു. അതുകൊണ്ട് തുല്യഭാരമുള്ള അലൂമിനിയവും ലെഡും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലെഡിൻ്റെ വോളിയം അലൂമിനിയത്തിൻ്റെ വോളിയത്തേക്കാൾ വളരെ കുറവായി കാണപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ വോളിയമുള്ള ലെഡിന് കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാവേണ്ടതാണ്. കാരണം ഈ ഇക്വേഷൻ അനുസരിച്ച് വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടുന്നു. അതുകൊണ്ട് ലെഡിൻ്റെ ഡെൻസിറ്റി അലൂമിനിയത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാണ്. അലൂമിനിയത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ ലെഡിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. So we can now say that lead is more dense than aluminum. That is, in other words, the density of lead is greater than aluminum. ലെഡിൻ്റെ ഡെൻസിറ്റി അലുമിനിയത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലാകുന്നു. Let us test this figure. Let us watch this figure. ഈ ചിത്രം ഒന്ന് നോക്കാം. ഇവിടെ രണ്ട് തരം ത്രാസുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സാധാരണ ഉപയോഗിക്കുന്ന ത്രാസ്, മറ്റത് സ്പ്രിംഗ് ത്രാസ്. ഒന്നിൽ അൺനോൺ മാസ്, നമുക്ക് ഏതിൻ്റെ മാസാണോ കണ്ടുപിടിക്കേണ്ടത് അത് വെച്ചിരിക്കുന്നു അളക്കുന്നതിനായിട്ട്. മറ്റേ തട്ടിൽ നമുക്കറിയുന്ന നോൺ മാസ്, നമുക്കറിയാവുന്ന ബ്ലോക്കുകൾ, ഇത്ര വെയ്റ്റിൻ്റെ 1 കിലോ അല്ലെങ്കിൽ നിശ്ചിത വെയ്റ്റുള്ള ബ്ലോക്കുകൾ, ലോഹ കട്ടകൾ വെച്ചിരിക്കുന്നു. ഈ ലോഹക്കട്ടകൾ ഉപയോഗിച്ച് തന്നിരിക്കുന്ന വസ്തുവിൻ്റെ വെയ്റ്റും അതുപോലെ തന്നെ മാസും കണക്കാക്കാവുന്നതാണ്. നമുക്കറിയാം വെയ്റ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അഥവാ m ഇൻറ്റു g. g ഈസ് കോൺസ്റ്റൻറ്റ്. g ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും.
അതുകൊണ്ട് തന്നെ മാസിൽ മാത്രമേ വ്യത്യാസം കാണുകയുള്ളൂ. ഒരു വസ്തുവിൻ്റെ മാസ് ഒരു നോൺ മാസുമായിട്ട് കമ്പയർ ചെയ്ത് അത് താരതമ്യം ചെയ്ത് നമുക്ക് അതിൻ്റെ വാല്യൂ ഇത്ര വാല്യൂ ആണ് ആ വസ്തുവിൻ്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് കണക്കാക്കാവുന്നതാണ്. അതുപോലെ സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റായിട്ട് നമുക്കൊരു വസ്തുവിൻ്റെ വെയിറ്റ് കണക്കാക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഫോർ ഡെൻസിറ്റി. വാട്ട് ഈസ് ഡെൻസിറ്റി? നമുക്കറിയാം, ആൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് ഡെൻസിറ്റി എന്താണ്. മാസ് ഡിവൈഡഡ് ബൈ വോള്യൂം. മാസും വോള്യവും തമ്മിലുള്ള റിലേഷനെയാണ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ദ റിലേഷൻ ഓഫ് മാസ് ആൻഡ് വോള്യൂം ഈസ് കോൾഡ് ഡെൻസിറ്റി. മാസും വോള്യവും തമ്മിലുള്ള റിലേഷനെയാണ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ദ ഡെൻസിറ്റി എക്സ്പ്രസ്സസ് ദി മാസ് ഓഫ് വോള്യൂം. ഡെൻസിറ്റി എക്സ്പ്രസ്സസ് ദി മാസ് ഓഫ് വോള്യൂം. നിശ്ചിത വോള്യത്തിൻ്റെ മാസ്സായിട്ടാണ് ഡെൻസിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്നത്. നിശ്ചിത വോള്യത്തിൻ്റെ മാസ്സായിട്ടാണ്, അഥവാ നിശ്ചിത വോള്യമുള്ള ഒരു വസ്തുവിന് എത്ര മാസ് ഉണ്ടോ ആ മാസ്സായിട്ടാണ് നമ്മൾ ഡെൻസിറ്റിയെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ദ ഡെൻസിറ്റി എക്സ്പ്രസ്സസ് ദി മാസ് ഓഫ് വോള്യം. എക്സാമ്പിൾ, 1 decimeter cube of water has the mass of 1 kilogram. ഒരു ഡെസിമീറ്റർ ക്യൂബ് വോള്യം ഉള്ള വെള്ളത്തിൻ്റെ മാസ് 1 കിലോഗ്രാം ആകുന്നു. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി 1 കിലോഗ്രാം പെർ ഡെസിമീറ്റർ ക്യൂബ് ആകുന്നു. സോ ദസ് ദ ഡെൻസിറ്റി ഓഫ് 1 കിലോഗ്രാം പെർ ഡെസിമീറ്റർ ക്യൂബ്. 1 decimeter cube of water has the mass of 1 kilogram. Thus the density of 1 kilogram per decimeter cube. 1 കിലോഗ്രാം മാസുള്ള അഥവാ 1 ഡെസിമീറ്റർ ക്യൂബ് വോള്യമുള്ള വ്യാപ്തമുള്ള വെള്ളത്തിന് 1 കിലോഗ്രാം മാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി 1 കിലോഗ്രാം പെർ ഡെസിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഈ ചിത്രം ഒന്ന് പരിശോധിക്കാം. ലെറ്റ്സ് എക്സാമിൻ ദിസ് ഫിഗർ. ലെഡിൻ്റെയും അലൂമിനിയത്തിൻ്റെയും കമ്പാരിസനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും വോള്യം തുല്യമാണ്, എന്നാൽ വെയിറ്റ് വ്യത്യസ്തമാണ്. രണ്ടിനും വോള്യം തുല്യമാണ്, എന്നാൽ വെയിറ്റ് വ്യത്യസ്തമാണ്. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ദ ഡെൻസിറ്റി ഈസ് മെഷേർഡ് ആസ് ബിലോ. താഴെ പറയും വിധമാണ് ഡെൻസിറ്റി നമ്മൾ അളക്കുന്നത്. MKS ബാർ SI ഇസ് ഈക്വൽ ടു കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. CGS gram per centimeter cube. FPS LBS per cubic feet. 3 സമ്പ്രദായത്തിലും SI സിസ്റ്റത്തിലും 4 സമ്പ്രദായങ്ങളിലും ഉള്ള യൂണിറ്റുകളാണ്, ഡെൻസിറ്റിയുടെ യൂണിറ്റുകളാണ് തന്നിട്ടുള്ളത്. MKSലും SIയിലും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, CGSൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്, FPSൽ LBS പെർ ക്യൂബിക് ഫീറ്റ്. Let us compare the density of the following liquids and solid substances. ഈ ടേബിളിൽ ലിക്വിഡ് ആയിട്ടുള്ളതും സോളിഡ് ആയിട്ടുള്ളതും ആയ വസ്തുക്കളുടെ
ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അലുമിനിയം, ഫസ്റ്റ് അലുമിനിയം 2.7 gram per cubic centimeter. Lead 11.34, cast iron 6.8 to 7.8, steel 7.75 to 8.05. In liquids, first വാട്ടറിന് 1 gram per cubic centimeter ആണ് ഡെൻസിറ്റി. പെട്രോൾ 0.71, ഓക്സിജൻ 1.43, ഡീസൽ ഓയിൽ 0.83. Next is specific gravity. The specific gravity of a substance is also called its relative density. What is specific gravity? What is specific gravity? Ratio of the mass of a substance to the mass of an equal volume of water at 4 degrees Celsius. Ratio of the mass of a substance to the mass of an equal volume of water at 4 degrees Celsius. ഒരു വസ്തുവിൻ്റെ മാസും തുല്യ വോള്യത്തിലുള്ള 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിൻ്റെ മാസും തമ്മിലുള്ള അനുപാതമാണ് സ്പെസിഫിക് ഗ്രാവിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത. എന്താണ് ആപേക്ഷിക സാന്ദ്രത? ഒരിക്കൽ കൂടി, ഒരു വസ്തുവിൻ്റെ മാസും തുല്യ വോള്യത്തിലുള്ള 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിൻ്റെ മാസും, ഒരു വസ്തുവിൻ്റെ മാസും തുല്യ വോള്യത്തിലുള്ള 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിൻ്റെ മാസും തമ്മിലുള്ള അനുപാതമാണ് സ്പെസിഫിക് ഗ്രാവിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത. ഇതിൻ്റെ മറ്റൊരു പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. സോ റേഷ്യോ ഓഫ് ദി മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ടു ദി മാസ് ഓഫ് ആൻ ഈക്വൽ വോള്യൂം ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഇക്വേഷൻ. സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ മാസ് ഓഫ് എനി വോള്യൂം ഓഫ് എ സബ്സ്റ്റൻസ്, മാസ് ഓഫ് എനി വോള്യൂം ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ആൻ ഈക്വൽ വോള്യൂം ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ 2 ഇക്വേഷൻ ആയാലും മുകളിലെയും താഴെയും ഒരേ യൂണിറ്റുകളായതുകൊണ്ട് 2 യൂണിറ്റുകളും തമ്മിൽ ക്യാൻസലായി പോകും. ആയതുകൊണ്ട് ആപേക്ഷിക സാന്ദ്രതയ്ക്ക് അഥവാ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല, വെറും നമ്പർ മാത്രം. Comparison between density and specific gravity. Comparison between density and specific gravity. എന്താണ് കമ്പയർ ചെയ്തത് നോക്കാം. ഇവിടെ 3 പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഡെഫിനിഷൻ, രണ്ടിൻ്റെയും ഡെഫിനിഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്നു. രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത് യൂണിറ്റുകൾ, രണ്ടിൻ്റെയും യൂണിറ്റുകൾ കമ്പയർ ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഇക്വേഷൻ, രണ്ടിൻ്റെയും ഇക്വേഷൻ കമ്പയർ ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഡെൻസിറ്റിയാണ്, സെക്കൻഡ് റിലേറ്റീവ് ഡെൻസിറ്റിയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ. മാസ് പെർ യൂണിറ്റ് വോള്യൂം ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഇറ്റ്സ് ഡെൻസിറ്റി. മാസ് പെർ യൂണിറ്റ് വോള്യൂം ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഇറ്റ്സ് ഡെൻസിറ്റി. യൂണിറ്റ് വോള്യത്തിലുള്ള വസ്തുവിൻ്റെ മാസിനെയാണ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. യൂണിറ്റ് വോള്യത്തിലുള്ള വസ്തുവിൻ്റെ മാസിനെയാണ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അഥവാ ഒരു യൂണിറ്റ് വോള്യം എത്രയാണോ അതിൽ എത്ര മാസ് ഉണ്ടോ അതിനെയാണ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി എന്താണ്? ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദി
density of water at 4 degrees Celsius. It is the relative density. It is its relative density. The density of substance to density of water at 4 degrees Celsius is its relative density. ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റിയും 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള അനുപാതമാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഇനി യൂണിറ്റ് എന്താണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്? Its units is gram per cubic centimeter, lbs per cubic feet and kilogram per cubic meter. ഈ 3 യൂണിറ്റുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ, lbs per cubic feet ആൻഡ് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് ഡെൻസിറ്റിയുടെ യൂണിറ്റുകൾ. എന്നാൽ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റേ ഇല്ല. കാരണം it has no unit of measurement, simply expressed in a number. ഒരു നമ്പർ ആയിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള യൂണിറ്റ് ഇല്ല. കാരണം റേഷ്യോ വരുമ്പോൾ മുകളിലും താഴെയും ഒരേ യൂണിറ്റ് വരുന്നു. ഒരേ യൂണിറ്റ് വരുമ്പോൾ അത് മ്യൂച്വലി ക്യാൻസലായി പോകുന്നു. ആയതുകൊണ്ട് യൂണിറ്റുകളെ ഇല്ല. നെക്സ്റ്റ് ഇക്വേഷൻ. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ വോളിയം. മാസിനെ വോളിയം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഡെൻസിറ്റി. എന്നാൽ റിലേറ്റീവ് ഡെൻസിറ്റി ഡെൻസിറ്റി of the substance divided by density of water. Density of the substance divided by density of water at 4 degrees Celsius. ഇതാണ് ഇതിൻ്റെ കമ്പാരിസൺ. ഇനി സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കമ്പയർ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ അലുമിനിയം, ലെഡ്, കാസ്റ്റ് അയൺ, സ്റ്റീൽ. അലുമിനിയത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.72, ലെഡിൻ്റെത് 11.34, കാസ്റ്റ് അയൺ 6.8 to 7.8, സ്റ്റീൽ 7.82. ഇനി ലിക്വിഡ്സ്. പെട്രോൾ 0.71, battery acid 1.2 to 1.23, water 1, diesel oil 0.83. From the above table, we can calculate the weight of any given volume of a substance in any units provided if we know the specific gravity of the substance. Also, vice versa for volume of density is known. Specific gravity അറിയാമെങ്കിൽ, ഒരു വസ്തുവിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമെങ്കിൽ ഗിവൺ വോള്യത്തിലുള്ള വസ്തുവിൻ്റെ വെയ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ വെയ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമെങ്കിൽ.